നമുക്ക് അലീനയുടെ മനുഷ്യങ്കന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് അലീനയും കൊണ്ട് നെടുമ്പൊരിക്കൽ വീട്ടിലേക്ക് പോവാണ് മനുശങ്കർ. അങ്ങനെ പോകുന്ന വഴിക്ക് മനുശങ്കർ നല്ല സംശയമുണ്ട്, ബാലേന്ദ്രന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചേ, ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വരാൻ കാരണം എന്താ? അതിനേക്കാൾ ഉപരി 2 ദിവസമായിട്ട് അങ്കിള് കണ്ടിന്യൂസ്ലി മദ്യപിച്ചോണ്ടിരിക്കുവായിരുന്ന ഡോക്ടർ പറഞ്ഞ്, അതിന് കാരണം എന്താന്നൊക്കെ അലീനയോട് അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അലീന പറഞ്ഞു, എനിക്കല്ലെങ്കിലും ബാലേന്ദ്രൻ സാറിന്റെ കാര്യത്തിൽ ചില സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു മനുവേട്ട. അതെന്താ? അല്ല, സാറ് പോയപ്പോ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഉച്ചയ്ക്ക് ആരോടും ഒരു വാക്കുപോലും പറയാതെ സാറ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നീട് 2 ദിവസത്തിന് ശേഷം സാറ് വരുന്നേ. അങ്ങനെ ഉച്ചയ്ക്ക് സാറ് പോയി കഴിഞ്ഞപ്പോ മുറിയിലേക്ക് ഞാൻ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ലെമൺ ടീ എല്ലാ ദിവസവും സാറ് ആഹാരം കഴിച്ചതിന് ശേഷം കുടിച്ചിട്ടാണ് വീണ്ടും ഷോപ്പിലേക്ക് പോകുന്നത്. അങ്ങനെ ലെമൺ ടീ ആയിട്ടാണ് ഞാൻ ചെന്നേ. പക്ഷെ സാറിനെ എവിടെയും കണ്ടില്ല. മുറി ചെന്ന് പോയി കഴിഞ്ഞപ്പോ മുറിയിലും ഇല്ല. മുറി കുറെ ഫയലുകളും കാര്യങ്ങളും എല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്ന കണ്ടു. കസാരയൊക്കെ തൊഴിച്ചെറിഞ്ഞ മതി നിലത്ത് കിടക്കുന്ന കണ്ടു. അപ്പോഴേ എനിക്ക് സംശയം തോന്നിയായിരുന്നു. പക്ഷെ ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല. എന്തോ വലിയൊരു ഡിപ്രഷനിലായിരുന്നു തോന്നേ ബാലേന്ദ്ര സാറ്. അപ്പോഴേക്കും മനുശങ്കർ പറഞ്ഞു, ഇങ്ങനെയൊന്നും അങ്കിള് ചെയ്യുന്നതല്ല. അങ്കിള് ആള് പാവാ. ആന്റിയുടെ സ്വഭാവം അറിയാലോ. ആന്റി എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എല്ലാരെയും ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അങ്കിള് സമാധാനപ്രിയന, ആരോടും അങ്ങനെ അധികം ദേഷ്യപ്പെടാനൊന്നും പോകുന്നില്ല. പിന്നെ ആന്റി എന്തേലും കടുപ്പിച്ച് പറഞ്ഞു കഴിയുമ്പോൾ മാത്രം അങ്കിളിന് ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും പറയും. അല്ലാതെ അങ്ങനെ ഒന്നും ഒരു പ്രശ്നത്തിനും പോകുന്ന ആളല്ല. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, എനിക്കും അത് മനസ്സിലായി. കുറച്ച് നാളെ ആയുള്ളൂ ഞാനിവിടെ വന്നിട്ട്. എങ്കിലും എനിക്ക് ബാലേന്ദ്രൻ സാറിന്റെ സ്വഭാവം ഏകദേശം പിടികിട്ടിയതാ. പക്ഷെ സാറിന് എന്തു പറ്റിയെന്ന് അറിയത്തില്ല. എന്തോ ഒരു കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് മനുവേട്ട. നമ്മൾക്ക് ആർക്കും അറിയത്തില്ലാത്ത എന്തോ ഒന്ന് സാറിന്റെ മനസ്സിൽ കിടന്നുരുകുന്നുണ്ട്. മനുശങ്കർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആന്റിക്ക് അതിനെക്കുറിച്ച് അറിയായിരിക്കും. ഒരുപക്ഷെ ആന്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോന്ന് അറിയില്ലല്ലോ, അല്ലെങ്കിൽ ആന്റിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അറിയില്ലല്ലോ. അങ്ങനെ പ്രശ്നമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നില്ല. അവര് തമ്മില് ഒരു വഴക്കുകളും കാര്യങ്ങളും ഒന്നും നടന്നിട്ടില്ല. അത് കേട്ടപ്പം മനുശങ്കർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമാണോ? ആരോടും പറയാൻ പറ്റത്തെ, അതറിയില്ല. ഒരുപക്ഷെ അത് ബാലേന്ദ്ര സാറിന് മാത്രമേ അറിയുള്ളായിരിക്കും. അങ്ങനെ അവർ സംസാരിച്ച് നെടുമ്പൊരിക്കൽ വീട്ടിലേക്ക് എത്തി. ആ സമയത്ത് വല്ലാത്ത ടെൻഷനിലായിരുന്നു മുത്തശ്ശിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം എഴുന്നേറ്റൊന്ന് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലല്ലേ മുത്തശ്ശി. കിടന്ന കിടപ്പിൽ തന്നെ സർവ്വ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുക, എന്റെ ഭഗവാനെ ബാലേന്ദ്രൻ ഒരു ആപത്തും വരില്ലേ, എന്റെ വൈജയന്തി അനാഥയായി പോവും എന്നൊക്കെയാണ് മുത്തശ്ശിയുടെ പ്രാർത്ഥന. വൈജയന്തിയുടെ സ്വഭാവം നന്നായിട്ട് അറിയാം. അപ്പോഴേക്കാണ് അലീനയും മനുശങ്കറും അങ്ങോട്ടേക്ക് വരുന്നത്. അലീനയെ കണ്ടു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ചോദിച്ചു, എങ്ങനെയുണ്ട് മോളെ, എങ്ങനെയായി? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അല്ല, ബാലേന്ദ്രന് കുഴപ്പമെന്തെങ്കിലും വേറെ പ്രശ്നങ്ങള്? മനുശങ്കർ പറഞ്ഞു, കൃത്യസമയത്ത് തന്നെ അങ്കിളിനെ ഹോസ്പിറ്റലിൽ എത്തിച്ച് നന്നായി. അല്ലെങ്കിലും ആദ്യം ഫസ്റ്റ് എയ്ഡ് ഒന്നോണം CPR നൽകിയായിരുന്നു അലീന. അതിനേക്കാൾ ഉപരി അപ്പൊ തന്നെ ആംബുലൻസ് വിളിച്ചു ഡോക്ടറെ വിളിച്ചു വരുത്തി ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലേ. അതുകൊണ്ടാണ് ജീവൻ രക്ഷിക്കാൻ പറ്റിയെന്നാ വർമ്മ ഡോക്ടർ പറഞ്ഞേ. ഒരുപക്ഷെ അലീന ഇല്ലായിരുന്നെങ്കിൽ ഇന്നിപ്പം അങ്കിള് ജീവനോടെ ഇരിക്കില്ലായിരുന്നു. അത് കേട്ടപ്പം മുത്തശ്ശി, ദൈവമേ എന്റെ ഭഗവാനെ എന്തൊക്കെയാ കേൾക്കണേ, എന്റെ കുഞ്ഞെ നീ ഈ കുടുംബത്തെ മൊത്തത്തിലാ രക്ഷിച്ചേ. അല്ലായിരുന്നെങ്കിലോ, എന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ? അതൊന്നോർത്ത് മുത്തശ്ശി വിഷമിക്കേണ്ട. മുത്തശ്ശിക്ക് ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. അപ്പോഴേക്കും മനുശങ്കർ പറഞ്ഞു, അല്ല അങ്കിളിന്റെ എന്ത് പറ്റിയതാ മുത്തശ്ശി? എനിക്ക് അറിയില്ലട മോനെ, ഞാൻ അവനെ വിളിച്ച് ചോദിച്ചാ എന്തേലും പ്രശ്നമുണ്ടോന്ന്. പക്ഷെ അവനൊന്നുമില്ലാന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി. നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ബാലനെ ഇങ്ങനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ആദ്യമായിട്ടാ അവൻ ഈ കോലത്തിൽ കാണുന്നേ. അവൻ അങ്ങനെ മദ്യപിക്കുന്നവനൊന്നും അല്ലല്ലോ. പിന്നെ എന്ത് പറ്റിയടാ മനു, നിനക്ക് എന്തെങ്കിലും അറിയാവോ? എനിക്ക് എന്തറിയാനാ മുത്തശ്ശി, ഞാൻ എങ്ങനെ അറിയാനാ? ആന്റിയോട് ചോദിച്ചു ചോദിക്കുമ്പോ ആന്റിക്കും ഒന്നും അറിയില്ല. 2 ദിവസമായില്ലേ ഇവിടുന്ന് പോയിട്ട്. ആ 2 ദിവസം മദ്യപിക്കുമായിരുന്നോ ഡോക്ടർ പറഞ്ഞേ. എന്റെ ഭഗവാനെ എന്തൊക്കെയാ കേൾക്കണേ. ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ബാലനെ കുറിച്ചാണോ നിങ്ങൾ ഈ പറയണേ? അതെ മുത്തശ്ശി, ഞങ്ങൾ പറഞ്ഞാലേ എന്താ തെറ്റിരിക്കുന്നേ? എന്നിട്ട് ഇപ്പോഴവന് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഒരു സർജറിക്ക് വേണ്ടിയിട്ടൊക്കെ എഴുതി വാങ്ങിയിട്ടുണ്ട്. സർജറി ഇപ്പൊ തന്നെ നടക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, അലീനെ കൊണ്ടുവിടാണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. അലീനെ അവിടെ നിൽക്കുന്നേ ആന്റിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, അവൾക്ക് ഇത് എന്തിന്റെ സൂക്കേടാ? അതാ പറഞ്ഞേ, മുത്തശ്ശിയുടെ മോളുണ്ടല്ലോ, എനിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് രക്ഷയിലായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച്. എന്റെ വല്ല ഇളയതുങ്ങളായിരുന്നെങ്കിൽ അപ്പൊ ഞാൻ കർണം പൊത്തി ഒന്ന് കൊടുത്തേനം. അത്രയ്ക്ക് വൃത്തിയുടെ സ്വഭാവ, പറയാതിരിക്കാൻ പറ്റില്ല. എങ്ങനെ മുത്തശ്ശി പോലെ നല്ലൊരാളുടെ വയറ്റില് ഇങ്ങനെ ഒരു വിഷജന്തു വന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അലീന പറഞ്ഞു, വേണ്ട മനുവേട്ട, അങ്ങനെയൊന്നും പറയില്ല. പറയാതെ എങ്ങനെയാ? ഇത്രയും ജീവൻ രക്ഷിച്ച് ഇത്ര
കാര്യങ്ങളൊക്കെ നോക്കി അലീന. എന്നിട്ടോ അലീനെ അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ആന്റിക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്, പോകാനൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തി. അലീന പറഞ്ഞു, ഞാൻ പറഞ്ഞു ജോലിക്കാരിയല്ലേ മനുവേട്ട, അതുകൊണ്ടായിരിക്കും ആന്റിക്ക് ഇഷ്ടപ്പെടാത്ത. ജോലിക്കാരിയാണ് പോലും, നീ ഇല്ലായിരുന്നേ കാണായിരുന്നു. ജോലിക്കാരി ഇല്ലായിരുന്നെങ്കിൽ അതെന്താ അവര് മനസ്സിലാക്കാത്തെ? മനുവേട്ട, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? നാളെ ഞാനെന്നാ പോയിക്കോട്ടെ, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. സാറിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നാലും ഞാനിവിടെ നിൽക്കുന്നേ ഇവിടുത്തെ മാഡത്തിന് ഇഷ്ടമില്ല. ഞാൻ അതുകൊണ്ട് പോയേക്കാൻ തീരുമാനിച്ചു. പെട്ടെന്ന് മുത്തശ്ശി ചോദിച്ചു, മോളെ നീ പോവാനോ? അതെ മുത്തശ്ശി, ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ, എന്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. മനുശങ്കർ പറഞ്ഞു, നീ പോയിട്ട് എങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? കൃഷ്ണമോളുടെ കാര്യം, ബബിതയുടെ കാര്യം എല്ലാം നോക്കാൻ ആരെങ്കിലും വേണ്ടേ? മുത്തശ്ശി പറഞ്ഞു, അതെ, എന്റെ കാര്യം നോക്കാനാണെങ്കിലോ ഇനിയിപ്പോ വൈജ് ഹോസ്പിറ്റലിലായിരിക്കില്ലേ, അപ്പൊ അതുകൊണ്ട് നീ പോവല്ലേ മോളെ, നീ ഇവിടെ തന്നെ നിൽക്കുക. അത് പിന്നെ മുത്തശ്ശി, മാഡത്തിന് ഇഷ്ടമില്ല ഞാനിവിടെ നിൽക്കുന്നേ, എന്നോട് പോയിക്കോളാൻ പറഞ്ഞിരിക്കുന്ന. അപ്പൊ പിന്നെ മാഡത്തിന് ഇഷ്ടമില്ല ഞാനിവിടെ നിന്ന് വന്നു കഴിയുമ്പോ എന്നോട് ദേഷ്യപ്പെടും. മനുശങ്കർ പറഞ്ഞു, ദേഷ്യപ്പെടുവോ? ദേഷ്യപ്പെടുവാണ് ദേഷ്യപ്പെട്ടെ, ഞാൻ നിന്റെ കാര്യം നോക്കിക്കോളാം. നിന്നെ ആരും ചീത്ത പറയില്ല, ഒരു മാഡം ചീത്ത പറയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ മനുശങ്കർ ആരാന്ന് അവരറിയാൻ പോകുന്നുള്ളൂ. എല്ലാത്തിനും ഒരു ക്ഷമയ്ക്ക് ഒരു പരിധിയൊക്കെ ഉണ്ട്. സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരിതില്ലേ? എത്രയാന്ന് വെച്ചാൽ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നേ. എന്തേലും പറയുവാണെങ്കിൽ നിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, നിനക്ക് ഞാനില്ലേ? അത് കേട്ടം അലീന ഒരു അന്താളിപ്പോടോട് മനുശങ്കരെ നോക്കി, പേടിക്കണ്ട, എന്ത് വന്നാലും ഞാൻ കൂടെയുണ്ട്, ഞാൻ നിന്നെ കൈവിടില്ല, അത്രയും പോരെ നിനക്ക്. അത് കേട്ടപ്പോൾ അലീന, ശരി, അങ്ങനെയാണ്, ഞാൻ പോകുന്നില്ല. മുത്തശ്ശിക്ക് സന്തോഷമായി. മനുശങ്കർ പറഞ്ഞു, എന്നാ ശരി, ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലട്ടെ, അവിടെ ആന്റി തന്നെയല്ലേ ഉള്ളൂ. അതും പറഞ്ഞിട്ട് മനുശങ്കർ ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് പോയി. ആ സമയത്ത് ബാലചന്ദ്രന്റെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബാലചന്ദ്രനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റൂമിലേക്ക് മാറ്റി. ഈ സമയം വൈജയന്തി ആ ടെൻഷനായിട്ട് ഇരിക്കുക. വൈജയന്തിക്ക് ബാലചന്ദ്രന് ഇങ്ങനെ സംഭവിച്ചതിന് കാരണമൊന്നും അറിയത്തില്ല. ബാലചന്ദ്രൻ പെട്ടെന്ന് ഇങ്ങനെ ആവണമെങ്കിൽ എന്താ കാര്യം? 2 ദിവസമായിട്ട് മദ്യപിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞ്, അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും അറിയില്ല. അപ്പോഴേക്കും മനുശങ്കർ അങ്ങോട്ടേക്ക് വന്നു. മനുശങ്കർ വന്നിട്ട് ചോദിച്ചു, അല്ല എന്തായി ആന്റി കാര്യങ്ങള്? അതെ, അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് റൂമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല ആന്റി കയറി കണ്ടോ? ഞാൻ കയറി കണ്ടില്ല, എനിക്കറിയില്ല, എനിക്ക് ബാലചന്ദ്രനെ ഫേസ് ചെയ്യാൻ വരെ ബുദ്ധിമുട്ടാ. ബാലചന്ദ്രൻ എന്താ ഇങ്ങനെ ആയെന്ന് എനിക്കറിയില്ല. മനുശങ്കർ പറഞ്ഞു, അല്ല ആന്റി ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആന്റി അങ്ങളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? പ്രശ്നമോ? ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിന്നോട് പറയുന്നതിൽ എന്താ കുഴപ്പം? എനിക്ക് തോന്നേ എന്തോ ഒരു മാനസിക പ്രശ്നം അങ്കിളുടെ മനസ്സിനെ അലട്ടുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ബാലചന്ദ്രന് ബോധം വീണ് ബാലചന്ദ്രന് ചുറ്റും നോക്കുകയാണ്. ബാലചന്ദ്രന്റെ മനസ്സിൽ കൂടെ കടന്നുപോയ കുറച്ച് നിമിഷങ്ങൾ ഇങ്ങനെ വരുവാണ്. പെട്ടെന്ന് താൻ ബോധം കെട്ടുപോയത് മാത്രം ഓർമ്മയുണ്ട്, അതിനുശേഷം ഒന്നും ഓർമ്മയില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രൻ നല്ല ടെൻഷനായി. അപ്പോഴേക്കും നേഴ്സ് വന്നിട്ട് ചോദിച്ചു, അല്ല ബാലചന്ദ്രന്റെ ബൈസ്റ്റാൻഡേഴ്സ് പുറത്തുണ്ട്, ഭാര്യയെ പിന്നെ റിലേറ്റീവ് ആരോ ഉണ്ട്, അവരെ ആരെങ്കിലും വിളിക്കട്ടെ എന്ന് ചോദിക്കണം. അപ്പോഴേക്കും ബാലചന്ദ്രൻ പറഞ്ഞു, എൻ്റെ ഭാര്യയെ വിളിക്കണ്ട എന്ന് പറഞ്ഞു. ഒടുവിൽ നേഴ്സ് ശരിയെന്ന് പറഞ്ഞ് അങ്ങോട്ട് പുറത്തേക്ക് പോയിട്ട് മനുശങ്കറെ വിളിക്കുകയാണ്. അതെ, പേഷ്യന്റും ബോധം വീണിട്ടുണ്ട്, അകത്തേക്ക് കയറാൻ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ മനുശങ്കറാണ് ബാലേന്ദ്രനെ കാണാനായിട്ട് അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പം മനുശങ്കർ ചോദിച്ചു, എങ്ങനെയുണ്ട് അങ്കളെ? ഇപ്പം നല്ല ഭേദമുണ്ടോന്ന് ചോദിക്കുക. ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലടാ. എന്ത് പറ്റിയത് അങ്കളെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ? അങ്കിൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എടാ അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി. അല്ല അങ്കളെ, ആന്റി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആന്റിക്ക് അങ്കിളിനെ കാണണമെന്നും പറയുന്നുണ്ട്. ആന്റി ഇത് കണ്ടില്ലല്ലോ. ഞാൻ ആന്റിയെ വിളിക്കട്ടെ എന്ന് ചോദിക്കാം. വേണ്ട, കൈതക്കൽ മാളി വീട്ടിൽ ആരെയും എനിക്ക് കാണണ്ട. ഇത് കേട്ടത് മനുശങ്കർ ചോദിച്ചു, അതെന്താ അങ്കിളെ അങ്ങനെ പറഞ്ഞേ? കാണണ്ടാന്ന് പറഞ്ഞില്ലേ, മാളിക വീട്ടിൽ കുഞ്ഞിരാമന്റെ മക്കളെ എനിക്ക് ആരെയും കാണണ്ട. പിന്നീട് ചോദിച്ചു, അലീനെ എന്തിയേ? അലീന ഇപ്പം വീട്ടിലുണ്ട്, അലീനെ വീട്ടിൽ കൊണ്ട് ആക്കിയിട്ടാ ഞാൻ വന്നേ. കൃത്യസമയത്ത് തന്നെ അവള് കണ്ടോണ്ടാ അങ്കിള് രക്ഷപ്പെട്ടെ. അവള് കൃത്യസമയത്ത് CPR തന്നു, ഡോക്ടറെ വിളിച്ചു, ആംബുലൻസ് ഒക്കെ വിളിച്ചു വരുത്തി അങ്കിളിനെ ഇവിടെ എത്തിച്ചു. അങ്കിള് കൃത്യസമയത്ത് ഇവിടെ എത്തിയതുകൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടെന്ന ഡോക്ടർ പറഞ്ഞത്. അല്ലായിരുന്നെങ്കിൽ അങ്കിളിപ്പോ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. അത് കേട്ടപ്പോ ബാലേന്ദ്രൻ പറഞ്ഞു, എന്റെ ജീവൻ എന്തിനാ മനുശങ്കരെ? ആർക്ക് വേണ്ടിയിട്ടാ? രക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. എന്തൊക്കെ അങ്കിളെ പറയണേന്ന് ചോദിച്ചു. അപ്പോഴേക്കും നേഴ്സ് പറഞ്ഞു, അതെ, അധികം സംസാരിപ്പിക്കണ്ടെന്ന് പറയണേ. പിന്നീട് മനുശങ്കർ പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോഴേക്കും വൈജയന്തി ചോദിച്ചു, എങ്ങനെയുണ്ട് ബാലേന്ദ്രനെ? കുഴപ്പമൊന്നുമില്ല, എനിക്കൊന്ന് കയറി കാണാൻ പറ്റുമോ? ഇപ്പൊ കാണാൻ പറ്റില്ല ആന്റി, ഇപ്പൊ കയറി കാണാൻ പോണ്ട. ആ സമയത്തും മനുശങ്കർ ഓർത്തെ, അങ്കിളിന് ഇത് എന്ത് പറ്റി? ആരെയും കാണണ്ടെന്നൊക്കെ പറയുന്നു. കൈതയ്ക്കൽ മാളിക വീട്ടിൽ ആരെയും കാണണ്ടെന്ന്. തന്നോട് കുഴപ്പമില്ല, പക്ഷെ വേറെ ആരെയും കാണണ്ടെന്ന് പറയുന്നതിന് അർത്ഥം എന്താ? ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല. അങ്കിളുടെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലായി.
ആ സമയത്താണ് കൃഷ്ണമോളും ബബിതയൊക്കെ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്നത്. വന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിയണേ. അലീന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോള് പറഞ്ഞു, ബബിതേച്ചി നമുക്ക് പോവാന്ന് പറയണം. എനിക്ക് എൻ്റെ അച്ഛനെ കാണണം. കൃഷ്ണമോൾക്ക് ബാലേന്ദ്രനെ ഭയങ്കര സ്നേഹമാണല്ലോ. എനിക്ക് ഇപ്പൊ തന്നെ പോകണം ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ എന്ത് ചെയ്യണം? ബബിതയും കൃഷ്ണമോളും കൂടെ അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തിയും മനുശങ്കറും ഒക്കെ പുറത്തേക്കുന്നുണ്ട്. ചെന്നിട്ട് കൃഷ്ണമോള് ചോദിച്ചു, എങ്ങനെയുണ്ടമ്മേ? അച്ഛൻ ഇപ്പോഴും എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, സർജറി ഒക്കെ കഴിഞ്ഞു. എനിക്ക് അച്ഛനെ ഒന്ന് കാണണം എന്ന് പറയും. മനുശങ്കർ പറഞ്ഞു, അല്ല മോളെ, അതിപ്പോൾ കാണാൻ പറ്റുമോ അറിയത്തില്ല, എനിക്ക് കാണണം. അപ്പോഴേക്കും നേഴ്സ് വന്നു. നേഴ്സിനോട് പറഞ്ഞു, മോൾക്ക് അച്ഛനെ കാണണമെന്ന് പറയുന്നുണ്ട്. ശരി. അങ്ങനെ കൃഷ്ണമോൾ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ കണ്ണടച്ച് കിടക്കുക. അച്ഛാന്ന് വിളിച്ചോണ്ട് ആ കയ്യേലും കൂടെ പിടിച്ചു. കൃഷ്ണമോൾക്ക് കണ്ണൊക്കെ നിറഞ്ഞു വന്നു. പെട്ടെന്ന് ബാലേന്ദ്രൻ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുക. മോളോ എന്ന് ചോദിച്ചിട്ടും വരണ്ട ശരിയൊക്കെ വന്നു. ഇപ്പൊ അച്ഛൻ എങ്ങനെയുണ്ട് അച്ഛാ? കുറവുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ, എനിക്കൊരു പ്രശ്നമില്ല. എന്നാലും അച്ഛൻ എല്ലാരും പേടിപ്പിച്ച് കളഞ്ഞു കേട്ടോ. അച്ഛനെ എവിടെ പോയതായിരുന്നു 2 ദിവസം? അച്ഛനെ കാണാൻ ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയാവോ? അച്ഛൻ എവിടെയെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ട് പോകുന്നല്ലേ, ഒന്ന് ഫോൺ വിളിക്കാൻ മേലായിരുന്നോ? ഒരു ദിവസം അവിടെ കണ്ടില്ലായിരുന്നെങ്കിൽ പോലീസ് കംപ്ലൈന്റ് കൊടുക്കണമെന്നും പറഞ്ഞോണ്ടാ ഇരുന്നത്. ബാലേന്ദ്രൻ പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യം വന്നില്ലല്ലോ, അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നില്ലേ രാജാ, ഇനി ഇങ്ങനെ പറയാതെ പോവൊന്നും ചെയ്യരുത് കേട്ടോ. അതൊക്കെ പറഞ്ഞ് കൃഷ്ണമോൾ ഇങ്ങനെ നിൽക്കുക. പിന്നീട് കൃഷ്ണമോള് പറഞ്ഞു, അതെ, അമ്മയ്ക്ക് അച്ഛനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, അമ്മേനെ ഇങ്ങോട്ട് കയറ്റി വിരട്ടെ അച്ഛാ എന്ന് പറയണം. ഇത് കേട്ടതും ബാലേന്ദ്രന്റെ കട്ട കലിപ്പായി. ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്ക് ആരെയും കാണണ്ട എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് എന്ത് ചെയ്യണം, ആ നെഞ്ചത്തിരിക്കുന്ന മെഷീൻസിൽ അതെല്ലാം കൂടെ ഊരി വലിച്ചെറിയണം. അപ്പോഴേക്കും നേഴ്സെല്ലാം വന്നിട്ട് കയ്യിലേക്ക് പിടിച്ചു. അവൾ എന്നിട്ട് പൊട്ടിക്കരയാണ് കൃഷ്ണമോൾക്ക് സങ്കടം വന്നു. കൃഷ്ണമോൾക്ക് മനസ്സിലായി അച്ഛന്റെ മനസ്സിൽ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ പ്രതികരിക്കുന്നതെന്നൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു. നന്ദി.